ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെയാണത് പോത്തുംകുട്ടി നിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പാടത്തിറക്കിക്കണേ. പോത്തിനെ കണ്ടോ? പാവം പോത്ത്, വെട്ടാനുള്ള പോത്താണ്. പാവം അതിനറിയത്തില്ലല്ലോ സൺഡേ വെട്ടാനുള്ളതാണ്. ഇവിടുത്തെ മഴയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ വെള്ളമാകും. അപ്പം കാണാനും ഭംഗിയാണിത് കണ്ടോ. ഞാൻ പോകുന്ന വഴിക്കുള്ളൊരു ഇടത്തോടാണ് ഇത്. പിന്നെ ചന്തയുടെ അകത്തുള്ള തോടാണ്. ഇവിടെയൊക്കെ നല്ല ക്ലിയറാണ്. പായലൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് വലിയൊരു മീൻ. ഞാൻ ഇന്നലെയും കണ്ടായിരുന്നു. ഒരു നീളമുള്ള മീനാണ്. വരാനാന്ന് തോന്നുന്നു, വാക്കവരാലോ അങ്ങനെ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. അതിൽ മഞ്ഞ കളറ് വര പോലെയുണ്ട്. ഇത് നല്ലൊരു വലിയ മീനാണ്. ഇടയ്ക്ക് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മീനെയൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടൊന്നും ആരും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇപ്പോൾ തൊഴിലുറപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും അങ്ങനെ ആദ്യം ക്ലീൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ചന്തയിലെ വേസ്റ്റും മറ്റുള്ളവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ അത് ഇവിടെ കൊണ്ടിടണം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വേസ്റ്റൊക്കെ കൊണ്ട് തളയിക്കുന്നത് നോക്കി. വെറുതെ ഈ തോടും പുഴയൊക്കെ മലിനമാക്കുവാണ്. ഈ തോട് കംപ്ലീറ്റ് ഇതുപോലെയുള്ള വേസ്റ്റുകളാണ്. ചാക്ക് കണക്കിനാണ് വേസ്റ്റ് കൊണ്ടിടുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, വേസ്റ്റുകളെല്ലാം കൊണ്ട് ഇട്ടേക്കുവാണ് കംപ്ലീറ്റ്. ഇവിടുന്ന് അങ്ങ് വരെ ഈ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. കണ്ടോ എന്തുമാത്രം വേസ്റ്റാണെന്നറിയോ. നമുക്ക് ഇതിലൊക്കെ കൂടെ പോകാൻ കൂടി പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ് ഈ വേസ്റ്റ് ഉണ്ട്. ഇത് അധികാരികളൊന്നും കാണാറ് പോലുമില്ല. കണ്ടിട്ടും ആരും മൈൻഡ് ചെയ്യാത്തതാണ്. കാരണം ഈ വേസ്റ്റ് ഇവർക്ക് കൊണ്ട് തള്ളാൻ വേറെ സ്ഥലമില്ലല്ലോ. കാരണം പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഇവിടെ ഈ പഞ്ചായത്ത് ഈ തോട് കംപ്ലീറ്റ് വേസ്റ്റാണ്. ആരും മൈൻഡ് ചെയ്യാറ് കൂടിയില്ല. നമുക്ക് വേറെ കണ്ടോ വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ വേസ്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ അടുത്തൊരു വ്ലോഗിൽ കാണിച്ചു തരാം.